ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്ലിൻഡ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ റോട്ട് വീലർ ഒറിജിനലാണോ അല്ലെങ്കിൽ മിക്സ് ബ്രീഡ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ഒരു റോട്ട് വീലറിനെ എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി റോട്ട് വീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒറിജിനലാണോ മിക്സ് ബ്രീഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ട് വീലറിൻ്റെ കളറാണ്. റോട്ട് വീലർ ഒറ്റൊരു കളറിൽ മാത്രം, അതായത് ബ്ലാക്ക് ആൻഡ് ടാൻ കളർ മിക്സ് ആയിട്ടാണ് റോട്ട് വീലർ കാണുന്നത്. അതിൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് കൂടുതൽ അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് കൂടുതൽ അങ്ങനെയുള്ള വേരിയൻറ്റ് വരുന്നല്ലാണ്ട് ഈ രണ്ട് കളർ അല്ലാണ്ട് വേറൊരു കളറ് റോട്ട് വീലറിന് ഒരിക്കലും വരില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് മിക്സ് ബ്രീഡ് ആവാനാണ് സാധ്യത. പിന്നെ പപ്പീസിൽ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കണം. റോട്ട് വീലറിൻ്റെ കാലിൻ്റെ അവിടെ അല്ലെങ്കിൽ വാലിൻ്റെ അറ്റത്തൊക്കെ വൈറ്റ് കളർ കയറി വരുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഇപ്പോൾ അതിൻ്റെ ഗ്രാൻഡ് പാരൻസ് മിക്സ് ബ്രീഡ് ആയിട്ടുള്ള പപ്പീസാണ്, ഒറിജിനൽ റോട്ട് അല്ല എന്നുണ്ടെങ്കിൽ അധിക ബ്രീഡുകളിലും, റോട്ട് വീലർ മാത്രമല്ല എല്ലാ ബ്രീഡുകളിലും വൈറ്റ് ഷെയ്ഡിങ് കണ്ടുവരുന്നുണ്ട് കാലിലൊക്കെ. അത് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏതോ ഒരു ജനറേഷനിൽ ഈ പറഞ്ഞ പോലെ തന്നെ അത് മിക്സ് ബ്രീഡായി വന്ന് അതിന് ശേഷം പിന്നെ സാധാരണ ബ്രീഡിങ് പ്രോസസ്സിലൂടെ കടന്നു പോയേക്കുന്ന ഒരു ഡോഗാണെങ്കിലാണ് അങ്ങനെ ഒരു കളറ് അധികവും കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള പപ്പീസിന് പൊതുവേ മാർക്കറ്റിൽ വില കുറഞ്ഞ് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. കാര്യം അത് പ്യുവറായിട്ടുള്ള, അത്രയും പ്യുവർ ഒറിജിനൽ ബ്രീഡ് അല്ല. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ട് വീലറിൻ്റെ നോസ്. റോട്ട് വീലറിൻ്റെ നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കൂർത്ത് നിൽക്കുന്ന നോസ് അല്ല, അതൊരു എന്താ പറയുക പ്രത്യേക രീതിയിൽ പരന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ പിക്ചറിൽ കാണാൻ പറ്റും, ആ രീതിയിൽ നിൽക്കുന്നതായിരിക്കും. ചില ഈ എന്താ പറയുക നാടൻ പട്ടികളുടെയൊക്കെ മൂക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, കൂർത്ത് നിൽക്കുന്ന ഒരു തരം മൂക്ക്. അത് ആയിരിക്കില്ല, അത്യാവശ്യം എന്താ പറയുക ഇത്തിരി പരന്ന് നിൽക്കുന്ന തരം മൂക്കായിരിക്കും. അത് ശ്രദ്ധിക്കണം. അടുത്ത നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ട് വീലറിൻ്റെ ഇയർ ആണ്. ഇതെപ്പോഴും താഴത്തോട്ട് എന്താ പറയുക വീണ് കിടക്കുന്ന തരം ചെവിയായിരിക്കും ഇതിന് റോട്ട് വീലറിനുള്ളത്. ഒരിക്കലും ജർമ്മൻ ഷെപ്പേർഡിനെ പോലെയൊന്നും കൂർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന ഇയർ റോട്ട് വീലറിന് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മിക്സ് ബ്രീഡ് ആയിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാം ഇപ്പോൾ കളറും നെയിലൊക്കെ എന്താ പറയുക കറക്റ്റ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ വന്നു. പക്ഷെ അതിൻ്റെ ഇയർ മുകളിലോട്ട് പൊങ്ങി നിൽക്കുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉറപ്പിക്കണം അത് ക്രോസ് ബ്രീഡാണ്. അത് ഒരിക്കലും ഒറിജിനൽ റോട്ട് വീലർ അല്ല. പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെയില്. ഇപ്പം നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാവും, ഈ റോട്ട് വീലറിൻ്റെ ടെയിലും അല്ലാത്ത നായയുടെ ടെയിലും രണ്ടിനെയും ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റോട്ട് വീലറിൻ്റെ ഒരിക്കലും പുറകോട്ട് ചുരുണ്ട് നിൽക്കുന്ന ടെയിലല്ല, അതുകൂടാണ്ട് ജർമ്മൻ ഷെപ്പേർഡിനെ പോലെ കുറേ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ടെയിലും അല്ല. അതൊരു പ്രത്യേക തരത്തിൽ തന്നെ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെയിൽ കട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം ടെയിൽ അങ്ങനെ കട്ട് ചെയ്ത് കാണാറില്ല. ഇതിൻ്റെ ടെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഈ രീതിയിലാണ്. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതും ക്രോസ് ബ്രീഡ് ആവാനാണ് സാധ്യത. ഈ കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അധികം ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് റോട്ട് വീലറിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി സൈസും ഉണ്ട്, അല്ലാണ്ട് സാധാ നമ്മൾ കാണുന്ന നോർമൽ സൈസും റോട്ട് വീലർ ഉണ്ട്. ഇത് മെയിൻ ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ റോട്ട് വീലറാണ് അത്യാവശ്യം സൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഹെവി ഹെഡ് സൈസ് ഒക്കെ ആയിട്ടുള്ളത് അധികവും കണ്ടുവരുന്നത് ജർമ്മൻ റോട്ട് വീലേഴ്സാണ്. അതേസമയം ഹെഡ് സൈസും ഇതൊക്കെ കുറഞ്ഞുള്ളത് പൊതുവേ അമേരിക്കൻ റോട്ട് വീലേഴ്സാണ്. ഇത് രണ്ടുമാണ് നമ്മളുടെ ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡോഗ് ബ്രീഡ്സ്. അതിൽ നമ്മൾ സൈസിൻ്റെ കാര്യം നോക്കിയിട്ട് ഒരിക്കലും അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ അമേരിക്കൻ റോട്ട് വീലേഴ്സിനെയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അവയുടെ സൈസ് പൊതുവേ ജർമ്മനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹെഡ് സൈസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇനി ഇതിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പിക്ചേഴ്സ് എന്നൊക്കെ മനസ്സിലാവും. ഇതൊക്കെ കാണാൻ നല്ല സിമിലാരിറ്റി ഉണ്ട് റോട്ട് വീലർ ആയിട്ട്, പക്ഷേ ഇതൊന്നും റോട്ട് വീലർ ഡോഗ് അല്ല. ഇതൊക്കെ മിക്സ് ബ്രീഡ് ആയിട്ടുള്ള പപ്പീസും ഡോഗ്സൊക്കെയാണ്. ഇങ്ങനെയുള്ള പപ്പീസിന് അല്ലെങ്കിൽ ഡോഗ്സിനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും വാങ്ങരുത്. ഇത് മിക്സ് ബ്രീഡ് ആണ്, ഒരിക്കലും റോട്ട് വീലർ ഒറിജിനൽ അല്ല. അപ്പോൾ ആരും എന്താ പറയുക അങ്ങനെ പറ്റിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്, എങ്ങനെ
റോട്ട് വീലറിനെ തിരിച്ചറിയാമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കൂടാണ്ട് ഇനിയും നമ്മുടെ ഓരോരോ ഡോഗ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഏതൊക്കെയാണ് അതിൻ്റെ ഡൂപ്പ് എന്നുള്ള കാര്യമൊക്കെ ഇനി പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ബ്രീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഫസ്റ്റ് ഓണറിന് പറ്റിയ ഒരു ഡോഗ് ബ്രീഡല്ല. അത്യാവശ്യം ഡോഗ്സിനെ വളർത്തി ശീലമുള്ള ഒരാൾക്ക് പറ്റിയ ഒരു ഡോഗ് ബ്രീഡാണ്. വളരെ നല്ല ഒരു ഡോഗ് ബ്രീഡ്, വളരെ സ്നേഹമുള്ള ഒരു ഡോഗ് ബ്രീഡൊക്കെയാണ് റോട്ട് വീലർ. ഈ ഒരു ഡോഗ് ബ്രീഡിനെ നിങ്ങൾക്ക് ആദ്യമായിട്ട്, അതായത് ഒരു ഫസ്റ്റ് ടൈം ഓണറായിട്ട് വളർത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഡോഗ് ബ്രീഡിനെ കുറിച്ചും ഇത് വളർത്തുന്നതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തിരിക്കണം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ ഫുഡ് മെനൂസ് എല്ലാം അടങ്ങിയ വീഡിയോ നമ്മളുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ ഹാവ് എ നൈസ് ഡേ.